നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാശി സ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികക്കാലം ഉൾപ്പെടുന്ന മേടൻ രാശി ഈശ്വര കൃപാകടാക്ഷം അനുകൂലമായിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സാധ്യതയ്ക്ക് ശ്രമിക്കുന്നവർക്ക്, അതിൻ്റെ എൻട്രൻസ് കോച്ചിങ്, മറ്റു കാര്യങ്ങൾ, നീറ്റ് അതുപോലുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാധ്യത. കോച്ചിങ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് ആ എൻട്രൻസ് എക്സാം മറ്റു കാര്യങ്ങളൊക്കെ വിജയിക്കാനും അഡ്മിഷന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചോളം ക്യാമ്പസ് സെലക്ഷൻ മറ്റു കാര്യങ്ങൾക്ക് അർഹത സാധ്യത അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗവേഷണ വിഭാഗത്തിൽ താല്പര്യപ്പെടുന്നവർക്ക് വളരെ നല്ല ഫ്യൂച്ചറാണ്. നല്ല ഗൈഡിനെ കിട്ടി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും ഡോക്ടറേറ്റിനുള്ള അർഹതയും കാര്യങ്ങളും ഭാവിയിൽ കാണുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ശരിയായിട്ടുള്ള അർഹതപ്പെട്ട പ്രൊമോഷൻ ട്രാൻസ്ഫർ അനുകൂലമായി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് അവിടെ പൊളിറ്റിക്സ് മറ്റു കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചില കോക്കസിൻ്റെ കളിയൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതൊരു കരുതലും ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടായിരിക്കേണ്ടത് അടിയന്തരമായിട്ട് നമ്മൾ കരുതൽ വേണം. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇവിടെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഗണപതി ഭഗവാന്, വിഘ്നേശ്വരന് കൂട്ടുഗണപതി ഹോമം പക്കനാളിൽ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം ചെയ്യുന്നത് നല്ല ദൈവാധീന സാധ്യത കാണുന്നുണ്ട്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകേരത്തര, ഇടവരാശി. വിവാഹ പ്രപ്പോസലുകൾ വരുന്നുണ്ട്. നല്ല പൊരുത്തമുള്ളത് പോലും ലാസ്റ്റിൽ എന്തെങ്കിലും കാരണത്താൽ തെറ്റി മാറിപ്പോകുന്നു. നമുക്കിപ്പോൾ നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു ബന്ധം ഉറയ്ക്കണം, ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടണം. അപ്പോൾ അതിൽ ആ തടസ്സങ്ങൾ മാറി ശരിയായിട്ടുള്ള ബന്ധം ഉറയ്ക്കുക, നടക്കുക എന്നുള്ളത് ഈ ചിങ്ങമാസത്തിനകത്ത് അനുകൂല സ്ഥിതി വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ വീണ്ടും നീണ്ടുപോകും. രണ്ടാമത്, പുതുതായിട്ടുള്ള സംരംഭങ്ങൾ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും തുടങ്ങാൻ താല്പര്യപ്പെടുന്നവർക്കും ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടാവും. ബാങ്ക് ലോണ് മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ഈ വിഘ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ശിവഭഗവാന് ജലധാര പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ്. 3 തിങ്കളാഴ്ചയെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനോ പുതുതായിട്ട് വാങ്ങാനോ അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് താല്പര്യപ്പെടുന്നവർക്ക് ഉചിതമായിട്ടുള്ള സമയമാണ്. അതിനിറങ്ങിയാൽ മറ്റു തടസ്സങ്ങൾ കൂടാതെ വാസ്തുദോഷങ്ങൾ പരിഹരിച്ച് നമുക്ക് മെയിൻ്റനൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ, മുക്കാൽ, മിഥുനരാശി. മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹകരണം കാരണം നമ്മൾ ഒറ്റപ്പെടുന്ന സാഹചര്യം വന്നുകൂടായികയില്ല വീണ്ടും. കാരണം ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് 2 തവണ പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാരദോഷം നമ്മളെ ഗൃഹത്തെ പണ്ടേ ബാധിച്ചിട്ടുള്ളത് ഇന്നും പല കാര്യങ്ങളിലും നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ കാര്യകാരണമാകുന്നു. ആ ശത്രുബന്ധന ദോഷം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ഗൃഹത്തിൻ്റെ ആവശ്യമാണ്. മഹാസുദർശന കവച മന്ത്രം ഗൃഹത്തിൽ വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിച്ച് 41 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉപചാര സമർപ്പണം നടത്തി വിഷ്ണു ഭഗവാന് സഹസ്രനാമ പുഷ്പാഞ്ജലിയോടൊപ്പം പാൽപ്പായസ നിവേദ്യവും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഈ വക ശത്രുദോഷവും തടസ്സങ്ങളും ഒരു പരിധിവരെ നമ്മളെ അലട്ടാതെ കാര്യങ്ങൾക്ക് മുന്നോട്ട് ഗതിക്ക് അനുകൂല സ്ഥിതി ഉണ്ടാകും. പുണർതത്തിൽ കാൽ പൂയം, ആയില്യം, കർക്കടക രാശി.
കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ദൈവാധീനം വളരെ അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ഗൃഹത്തിലെ ഓരോരോ ദുരിത ലക്ഷണങ്ങൾ, ദോഷലക്ഷണങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പല സന്ദർഭത്തിൽ ഇതിനു മുമ്പ് കടന്നുപോയിട്ടുണ്ട്. അഗ്നിദോഷം നിരന്തരം ഉണ്ടാകുക, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ ആരും അടിക്കുമ്പോഴോ ആ തരത്തിൽ അഗ്നിദോഷങ്ങൾ വീണ്ടും വരാതെ നമുക്ക് ആ നെഗറ്റീവ് മാറ്റിയെടുക്കണം. ഗൃഹത്തിൽ നിരന്തരം ചില്ലുടയുക, പടത്തിൻ്റെയോ അലമാരയുടെയോ മുഖം നോക്കുന്നതോ ടീപ്പോയുടെയോ ജനലിൻ്റെയോ അപ്പോൾ ഉടഞ്ഞതുണ്ടെങ്കിൽ മാറ്റിയിടുക. അതോടൊപ്പം നമ്മുടെ ഓമനകളായിട്ടുള്ള പെറ്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കേണ്ട ദോഷം ഒരു പക്ഷേ അവരിൽ വിധാനം ചെയ്ത് ചത്തുപോകുന്ന സ്ഥിതി ഉണ്ടാവും. നായായിരുന്നാലും പൂച്ചയായിരുന്നാലും പ്രാവായിരുന്നാലും പശുവായിരുന്നാലും. പക്ഷെ അത് നമ്മളെ ബാധിക്കേണ്ട ദോഷം ആ തരത്തിൽ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമുക്ക് സങ്കടകരമായിട്ടുള്ള അവസ്ഥ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകും. ഈ വക നെഗറ്റീവ് ലക്ഷണങ്ങൾ വീണ്ടും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അശ്വാരൂഢ കവചിത മന്ത്രം പൂജിച്ച് കലശത്തിലാക്കി കന്നിരാശി സ്ഥാനത്ത് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. ആ വക നെഗറ്റീവ്സ് ഒരു തരത്തിൽ പിന്നെ നമ്മളെ ഗൃഹത്തിനെ അലട്ടാതെ മുന്നോട്ട് പോകാൻ ദൈവാധീനം തുണയാകും. അശ്വാരൂഢ കവചിത മന്ത്രം. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി. ചിങ്ങരാശിക്കാരിൽ നോക്കുമ്പം ദൈവാധീനം അനുകൂലമാണ്. പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ചേഞ്ച്, പുതുതായിട്ടുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് അറേഞ്ച്മെൻറ്റ്സ്, ഷഫ്ലിങ്ങിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള പ്രൊമോഷനും സാമ്പത്തിക മെച്ചവും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താന ഭാഗ്യത്തിൽ ഡിലേ ആയി വന്നിരിക്കുന്നവരെ സംബന്ധിച്ചോളം, സങ്കടപ്പെടുന്നവരെ സംബന്ധിച്ചോളം, കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ 2 വർഷമായി 4 വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാതിരിക്കുന്നവരെ സംബന്ധിച്ചോളം ഭാഗ്യസൂക്ത ഹോമം ഗൃഹസ്ഥാനത്ത് വെച്ചിട്ട് വ്രതശുദ്ധിയോടുകൂടി ആ ഹോമാഗ്നിയിൽ നിന്നും കിട്ടുന്ന സമ്പാദം സേവിക്കുക. ഉത്തമ സന്താന ഭാഗ്യയോഗം നമുക്ക് അനുകൂലമായിട്ട് വരും 3 മാസത്തിനകം. അത് വ്രതശുദ്ധിയോടുകൂടി ചെയ്യണം എന്നുള്ളതാണ് പ്രാധാന്യം. ഗൃഹത്തിൽ അഷ്ടലക്ഷ്മി ചക്രം വെച്ച് ചൊവ്വയും വെള്ളിയും നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഉചിതമാണ്. ശാപം, പാപം, ബന്ധന, സ്തംഭന ദോഷങ്ങൾ അഷ്ടലക്ഷ്മി സാന്നിധ്യത്തിൽ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ദൈവാധീനം സഹായിക്കും. അപ്പോൾ നാരങ്ങ വിളക്ക്, ചെറുനാരങ്ങ മുറിച്ച് നീര് കളഞ്ഞ തോടിൽ തിരിയിട്ട് കത്തിക്കുന്നതിനെ നാരങ്ങ ദീപം എന്ന് പറയും. അത് ലക്ഷ്മി ചക്രത്തിൻ്റെ മുമ്പ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള തേജസ്സും ഐശ്വര്യവും നമുക്ക് പ്രദാനം ചെയ്യും. ചിങ്ങരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാന് 5 വെള്ളിയാഴ്ച പുഷ്പാഞ്ജലി ചെയ്ത് അഭിഷേകത്തിന് കൊടുക്കുന്നത് നല്ലതാണ്. പനിനീരോ ഇളനീരോ പാലോ അഭിഷേകം കൊടുക്കുന്നത് വളരെ വിശേഷമായിട്ടുള്ള ദൈവാധീനം നമുക്ക് പ്രദാനം ചെയ്യും. ഉത്രത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഈ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോകുന്നത് ഗുരുവിൻ്റെ കാലഹോരയോ ബുധൻ്റെ കാലഹോരയോ പുറപ്പെടുന്നത് ലക്ഷ്യപ്രാപ്തിയിലെത്തി വിജയിക്കാൻ ഗുണകരമായിട്ട് വരും. ചില മീറ്റിങ്ങുകൾ മറ്റു കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനും ന്യായമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നതിനും അനുകൂല അന്തരീക്ഷം, ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ കൂടി വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. നമ്മളുടെ ക്ഷമയും വീട്ടുവീഴ്ചയും വേണം എന്നുള്ളതാണ് സത്യം. 2ാം വിവാഹത്തിന് താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ശരിയായുള്ളൊരു ബന്ധം, നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന ശരിയായിട്ടുള്ളൊരു ബന്ധം ഉറയ്ക്കാനും അത് നടക്കാനും വഴി തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ തൃക്കേട്ട, ഉത്രട്ടാതി, മകീരം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വരുമ്പോൾ നിശ്ചയമായിട്ടും പാപസാമ്യം അത് കറക്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് ചെയ്താൽ വളരെ ഗുണപ്പെടും. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില തിക്താനുഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കരുതൽ നമ്മൾ വേണ്ടുന്നത്. ചിത്തിരത്തര ചോതി വിശാഖത്തി മുക്കാൽ തുലാം രാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്.
ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാക്കളുടെ ശാപപാപബന്ധന ദോഷം എന്നെ മറന്നു എന്നുള്ള ചോദ്യവുമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ പിതൃപൂജയുടെ മുടക്കത്തിലുള്ള ശാപദോഷങ്ങളോ ദുർമൃതി ശാപദോഷങ്ങളോ കന്യാവിൻ്റെ ശാപദോഷങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഗൃഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യത്തിലേക്ക് പല കാര്യങ്ങളും ഡിലേ ആകാനും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇതിനെ ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ത്രിഭൂഷണത്തിൽ ചന്ദ്രക്കല താലി പൊട്ടിൽ ഉപചാര സമർപ്പണ ശുദ്ധി ചെയ്ത് 3 ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ചന്ദ്രക്കല ശിവഭഗവാന്റെ നടയിൽ, നാമം വിഷ്ണു ഭഗവാന്റെ നടയിൽ, താലി ഭഗവതി നടയിൽ ആ ത്രിഭൂഷണ സമർപ്പണം ചെയ്ത് അഭിഷേകത്തിന് കൊടുക്കുന്നത് ഉചിതമാണ്. ആവക ശാപപാപ ബന്ധന ദോഷങ്ങൾ വീണ്ടും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോഴത്തേക്ക് ഗൃഹത്തിൽ വാസ്തുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോകുന്നത് നല്ലതാണ്. വാസ്തുബലിയോ വാസ്തുപൂജയോ ഗൃഹത്തിൽ ചെയ്യുക. പഞ്ചശിരസ് സ്ഥാപിക്കുക. അത് കട്ടളപ്പടിയുടെ അടിയിലാണ് സ്ഥാപിക്കേണ്ടതെന്നുള്ള യാഥാർത്ഥ്യം. അതനുസരിച്ചിട്ട് യോജിച്ച സ്ഥലത്ത് ഈ പഞ്ചശിരസ് സ്ഥാപിച്ചാൽ പ്രത്യേകിച്ച് വാസ്തുവിനോ ആ ഗൃഹത്തിനോ എന്തെങ്കിലും ദോഷലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശാഖത്ത് കലനയന്ത്ര് കേട്ട വൃശ്ചിക രാശി. ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷം ഒരുപോലെ നമ്മളെ വലയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തിനേറെ ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം തന്നെ തട്ടിമാറിപ്പോയി എന്നുള്ളതാണ്. അപ്പം അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും വഴിപ്പെടാത്തതിൻ്റെ വാശി വൈരാഗ്യമായിരിക്കാം കാര്യകാരണം. പക്ഷെ ആ വക വിരോധങ്ങൾ നമ്മളെ ദൈനംദിന കാര്യങ്ങളെയും പ്രത്യേകിച്ച് തൊഴിൽ ബിസിനസ് ചെയ്യുന്ന മേഖലകളെയും ബാധിക്കുമ്പോൾ നമ്മളാകെ തളർന്നു പോകും. അപ്പം ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഉഗ്ര നരസിംഹ കവച മന്ത്രം അത് പൂജിച്ച് ഗൃഹത്തിലോ സ്ഥാപനത്തിലോ നെയ്വിളക്ക് കത്തിക്കുന്നത് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് വളരെയധികം ഗുണപ്പെടും. ഉഗ്ര നരസിംഹ കവചിത യന്ത്രം സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ പൂജാമുറിയിലോ സ്ഥാപിച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം 10ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ നിൽക്കുന്ന വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഏതെങ്കിലും 1-2 പേപ്പറിന് പുറകോട്ട് പോകുന്ന സാഹചര്യം വന്നുകൂടായികയില്ല. അതെന്താണെന്ന് മനസ്സിലാക്കി അത് ജാഗ്രതയോടുകൂടി കുറച്ചുകൂടെ ശ്രദ്ധ പഠന കാര്യത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ്. അരിയർ വന്നിട്ട് പിന്നെ അത് എഴുതിയെടുക്കുന്നത് കഷ്ടമാണ്, നഷ്ടമാണ്. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല മേഖലയിലേക്ക് പോകുമ്പോൾ നമുക്ക് ലോസ് വരാൻ വീണ്ടും പാടില്ല. ശ്രീവിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. അതോടൊപ്പം ഓർമ്മക്കുറവ്, ടെൻഷൻ, അസ്വസ്ഥത, എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലെന്നുള്ള കോൺഫിഡൻസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് സാരസ്വത അരിഷ്ടം ശിവക്ഷേത്രത്തിൽ കൊടുത്ത് ജപിച്ച് സേവിക്കുന്നത് ഉചിതമാണ്. ആ ഒരു ധൈര്യവും ശൗര്യവും ഉദ്ദേശ ലക്ഷ്യത്തിൽ പറ്റി വളരെ വ്യക്തമായുള്ള ഡെസ്റ്റിനിയെ കണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജവും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. മൂലം, പൂരാടം, ഉത്രാടത്തെക്കാല് ധനുരാശി. ധനുരാശിയിൽ കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 1-2 നല്ല ഓപ്പർച്യൂണിറ്റിയിൽ തിളങ്ങാൻ, പ്രസൻറ്റ് ചെയ്യാൻ, നമുക്ക് നമ്മുടെ കഴിവിനെ അംഗീകരിച്ച് റിവാർഡ്, അവാർഡ് തുടങ്ങിയുള്ള മേഖലയിലേക്ക് പോകാനുള്ള വർഷമാണ്. അത് ഇൻസ്ട്രുമെൻറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്നതായിരുന്നാലും അഭിനയ രംഗത്തായിരുന്നാലും ഡയറക്ഷനായിരുന്നാലും കലാപരമായിട്ടുള്ള ഫീൽഡിൽ ഏത് ഫീൽഡിൽ നിൽക്കുന്നവർക്കും, ഡ്രോയിങ് ആയിരുന്നാലും ഡാൻസ് ആയിരുന്നാലും നൃത്തമായിരുന്നാലും പാട്ടായിരുന്നാലും ശരി തന്നെ, ആ മേഖലയിൽ നമ്മളുടെ വ്യക്തി മുദ്ര പതിപ്പിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് വരാൻ സാധ്യത, അത് അനുകൂലമാക്കി വിജയിക്കാൻ സാധ്യത കൂടുതലായിട്ടുണ്ട്. ഇവിടെ അഷ്ടനീരാജനം, ശാസ്താവിന് അയ്യപ്പ സ്വാമിക്ക് അഷ്ടനീരാജനം, എള്ളുകിഴി നീരാജനം ചെയ്യുന്നത് നല്ലതാണ്. തടസ്സങ്ങൾ വരാതെ മുന്നോട്ട് പോകാൻ. ഇവിടെ മന്ദറ വരാൻ പാടില്ല, ശനിയുടെ മന്ദറ വരാൻ പാടില്ല. അപ്പോൾ അത് 8 ശനിയാഴ്ചയായിട്ട് ക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം മകരം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ
സാമ്പത്തികമായിട്ടുള്ള ചില പരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് അവിചാരിതമായിട്ടുള്ള അധിക ചെലവുകൾ വന്നുകൂടായി ഒരു കരുതൽ നമ്മൾ സ്വീകരിക്കണം. വീണ്ടും ലോൺ എടുക്കുക, മറിക്കുക, കടം മറിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കഴിയുന്നതും ഒഴിവായി നിൽക്കുന്നതായിരിക്കും ഉചിതം. കാരണം എല്ലാത്തിനും പലിശ എന്നുള്ളൊരു വിഭാഗമുണ്ട്. അത് നമ്മളെ നാളെ ഒരു സമയത്ത് ബുദ്ധിമുട്ട് കൂട്ടാനുള്ള സാധ്യതകൾ വളരെ, ഈ ലോണ് സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അത് ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം. ഇവിടെയും ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വാസ്തുശാസ്ത്രം പരിഗണിച്ച് കഴിയുന്നത്ര വാസ്തുദോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സാഹചര്യമാണ്. പുതുതായിട്ടുള്ള ഗൃഹനിർമ്മാണ കാര്യങ്ങൾക്ക്, സ്ഥാപന നിർമ്മാണമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതിന് അനുകൂല ഘടകം കാണുന്നുണ്ട്. ഉത്രാടത്തിമുക്കാൽ, തിരുവോണം, അവിട്ടത്തര, മകരരാശി. ഭഗവതി കടാക്ഷം അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ കുടുംബക്ഷേത്രത്തിൽ അതിനുള്ള പരിഹാര പ്രായശ്ചിത്തങ്ങൾ ചെയ്യണം. എന്നെ മറന്നോ എന്നുള്ള ചോദ്യം വരാൻ കുടുംബ ദേവാലയത്തിൽ. കാരണം ഇവിടെ ചില പ്രശ്നങ്ങളിൽ തടസ്സങ്ങൾ വന്നുകൂടായില്ല. ഇതിനെ പരിഹരിച്ച് ഈശ്വരാധീനത്തിന് കുടുംബക്ഷേത്രത്തെ തന്നെ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗൃഹത്തിനകത്ത് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം, ചെറിയ കാര്യങ്ങൾക്ക് വരെ ടെൻഷൻ, പൊട്ടിത്തെറി, അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥത നിൽക്കുന്ന ഗൃഹാന്തരീക്ഷം ഒന്ന് തണുപ്പിച്ച് നല്ല സന്തോഷവും ആർജവത്വവും ഉണ്ടാകണം. അത് പല കാര്യങ്ങളിലും, ചില കാര്യങ്ങളിൽ അപവാദങ്ങൾ, ചില കാര്യങ്ങളിൽ നുണകളൊക്കെ നമ്മുടെ ഗൃഹാന്തരീക്ഷത്തെ വഷളാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തി നമ്മളെ തലയിൽ നിന്ന് കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നതിന് പകരം നമ്മുടെ കാര്യം നമ്മൾ സ്വയം ഏറ്റെടുത്ത് കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ സ്വന്തം കുടുംബകാര്യം പോലെ തന്നെ ആവശ്യമാണ്. ഇവിടെ ഒഴിവായിട്ടോ ഒഴിവാക്കി നിന്നിട്ടോ നിർത്തിയിട്ടോ കാര്യമില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഇവിടെയും മഹാലക്ഷ്മി സുദർശന കവചം ഗൃഹസ്ഥാനത്ത് സ്ഥാപിച്ച് ഐക്യമത്യ സൂക്താർച്ചന ഭഗവതിക്ക് ചെയ്യുന്നത് വളരെ വിശേഷമാണ്. മഹാസുദർശന കവചം ഗൃഹത്തിൽ സ്ഥാപിക്കുക, ഐക്യമത്യ സൂക്ത അർച്ചന ദേവീക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അവിട്ടത്തര, ചതയം, പൊരുരുട്ടാതി, മുക്കാൽ, കുംഭരാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. സ്വന്തം പ്ലാനിങ്ങും പദ്ധതിയും ഉണ്ടാകണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുള്ള കഴിവും സാധ്യതയും ഉണ്ടെങ്കിലും എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ അത് മാറണം. അതോടൊപ്പം കോൺട്രാക്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള വർക്കുകൾ വരാനും നേട്ടം കൊയ്യാനും ഇനി അങ്ങോട്ട് ദൈവാധീനം തുണയായിട്ട് കാണുന്നുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരാനും ഇപ്പം നിൽക്കുന്നതിനെക്കാട്ടി മെച്ചം ഉണ്ടാകാനും ദൈവാധീനം കാണുന്നുണ്ട്. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലായിരുന്നാലും യൂറോപ്പ് മേഖലയിലായാലും പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും വിസിറ്റിംഗ് എടുത്തു പോയെന്നാൽ ശരി തന്നെ അനുകൂല സാഹചര്യം കാണുന്നുണ്ട്. ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകിച്ച് അത് പരിഹരിച്ച് മുന്നോട്ട് പോവേണ്ട യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക. പ്രതീക്ഷിക്കുന്നിടത്ത് പ്രതീക്ഷിച്ച സമയത്ത് സാമ്പത്തികം കിട്ടിക്കൂടും എന്നും വരില്ല. അവിടെ തളരാതെ നമുക്ക് മുന്നോട്ട് പോകണം. ഇവിടെ രുദ്രേശ്വരി കവചിത മന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 11 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. മഹാരുദ്രേശ്വരി കവചിത മന്ത്രം ഈ തടസ്സങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വഴി നമുക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പൂരുരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി, മീനം രാശി. ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ശാരീരിക പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ, അതിലൊരു ഓപ്പറേഷൻ വേണോ വേണ്ടിയെന്നുള്ള സാഹചര്യം ഇതിനു മുമ്പ് 2 തവണ തട്ടിമാറിപ്പോയി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീജനങ്ങളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, തൈറോയിഡിൻ്റെ പ്രശ്നം, സിസ്റ്റിൻ്റെ പ്രശ്നം, ഈ വക കാര്യങ്ങളിൽ ഇപ്പോൾ ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ കാരണം ആയുർവേദിക ട്രീറ്റ്മെൻറ്റും കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുന്നത് ഉചിതമാണ്. അതോടൊപ്പം
ജോയിന്റുകൾ നല്ല രീതിയിൽ വലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഉചിതം. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീഴ്ചകൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് ആവർത്തിക്കാതിരിക്കാൻ. ആക്സിഡൻറ്റ്, പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ വണ്ടിയിൽ നിന്ന് ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി. അപ്പോൾ ഈ വക കാര്യങ്ങൾ വീണ്ടും നമ്മളെ വലയ്ക്കാതിരിക്കുന്നുള്ള ഒരു കരുതൽ നമ്മൾ സ്വീകരിക്കേണ്ടത് നന്നായിരിക്കും. അതോടൊപ്പം ചില മേഖലയിൽ നിന്ന് കിട്ടേണ്ട സാമ്പത്തികത്തിനുള്ള തടസ്സം അത് മാറി നമുക്ക് അനുകൂലമാക്കി എടുക്കണം. അപ്പോൾ ഈ വക നെഗറ്റീവ്സ്, രോഗലക്ഷണങ്ങൾ, തടസ്സങ്ങൾ ഒക്കെ പരിഹരിച്ച് നമുക്ക് മേൽ ഗുണകരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്, ദൈവാധീനത്തിന് വേണ്ടിയിട്ട് അഷ്ടനീരാഞ്ജനത്തോടൊപ്പം, ശാസ്താവിന് എള്ളുകിഴി നീരാഞ്ജനത്തോടൊപ്പം ശിവഭഗവാന് പഞ്ചമധാര നടത്തുന്നത് ഉചിതം. 5 തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും ശിവഭഗവാന് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. എല്ലാവർക്കും